അവയവ കച്ചവട മാഫിയക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ, കൂടുതൽ തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏജന്റ് വൃക്ക കച്ചവടത്തിന് പ്രേരിപ്പിച്ചതായി കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി കൂടി ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നു. തനിക്ക് 8 ലക്ഷം വാഗ്ദാനം ചെയ്ത് ഏജന്റ് ഷാജി കൈപ്പറ്റിയത് 50 ലക്ഷം രൂപ. തട്ടിപ്പ് മനസ്സിലായി പിന്മാറിയെന്നും യുവാവ് ജനം ടിവിയോട്. ജനം ടിവി പുറത്തുവിട്ട അവയവ കച്ചവട റാക്കറ്റിലെ പ്രധാന കണ്ണിയാണ് ഷാജി. കറക്റ്റ് എമൗണ്ട് നമുക്ക് എത്ര, അപ്പോൾ എന്നോട് 8 ലക്ഷമാണ് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു ഇവർ 50 ലക്ഷം രൂപയാണ് ഈ പാലക്കാടുള്ള ആളുടെ നിന്ന് മേടിക്കുന്നത്. എന്നിട്ട് നമുക്ക് 8. അപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചു, ചേട്ടാ 8 നമുക്ക് കിട്ടിയിട്ട് ഒരു കാര്യമില്ല, ഇത്രയും നിങ്ങൾ മേടിക്കാനല്ലേ ചോദിച്ചാൽ പുള്ളി പറയാം, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിന്നാൽ മതി, നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല, നിനക്ക് ഇഷ്ടം ഉണ്ടെത്താ, ഇല്ലെങ്കിൽ നീ പൊക്കോ, നീ പോയാൽ നമുക്ക് അടുത്ത ആൾ വരാനുണ്ട്. അത് കൂടാതെ തന്നെ അവിടെ ഒരു ദിവസം അന്ന് എനിക്ക് 72 ടോക്കണാണ് കിട്ടിയത്. അവിടെ അതിനകത്ത് ഒരു 10-16 പേര് ഡോണർമാർ തന്നെയാണ് വന്നിരിക്കുന്നത്. മെഡിക്കൽ ട്രസ്റ്റും ലേക്ക് ഷോറും എല്ലാം ഇത് തന്നെയാണ്. മെഡിക്കൽ ട്രസ്റ്റിലെ ആ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് റിയാസ് എന്ന ഒരു ഡോക്ടറാണ്. പുള്ളി നമ്മുടെ റിസൾട്ട് പോലും നോക്കുന്നില്ല, പുള്ളി നമ്മളെ കാണുക, ഓക്കെ പൊക്കോ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ലേക്ക് ഷോറിലൊരു ഡോക്ടറുണ്ട്, എബി എന്ന പേര്. പുള്ളിക്കാരനും ഇതിൻ്റെ മെയിൻ പരിപാടി തന്നെയാണ്. കാരണം ഇതെന്ന് കഴിഞ്ഞപ്പോൾ മെഡിക്കൽ ട്രസ്റ്റിൽ വന്ന ഒരു പുള്ളി ഓൾറെഡി ലേക്ക് ഷോറിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ആ പുള്ളിയും പറഞ്ഞു ഇതെല്ലാം ഇവിടെ നടക്കുന്ന കേസ് കേട്ടാ. ജിജീഷ് കർണാടൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ജിജീഷ് തന്നെ റിപ്പോർട്ട് ചെയ്ത വാർത്തകളുടെ തുടർ വാർത്തകൾ, അത് ഓരോ ദിവസവും ഓരോ ആളുകളുടെ പക്കൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ. ഇതേ ഏജന്റിനെതിരെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. നമ്മളോട് ആദ്യം പ്രതികരിച്ച ആശുപത്രിയിലെ മുൻ ജീവനക്കാരി പറഞ്ഞ അതേ പേര്, ഏജന്റ് ഷാജി. ഇനി മറ്റൊന്ന്, അവർ നേരത്തെ നമ്മളോട് പറഞ്ഞിരുന്നത് ഇങ്ങനെ മറ്റു ജില്ലകളിൽ നിന്നുകൂടി വലിയ രീതിയിലുള്ള റിക്രൂട്ട്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഏജന്റ് നടത്തുന്നുണ്ടോ എന്നാണ്. അതിനും തെളിവ് അനു പറഞ്ഞതുപോലെ തന്നെ അനുദിനം ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളും വിവരങ്ങളും തന്നെയാണ് ജനം ടിവിക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും തന്നെ ഇതിന്റെ നേരിട്ടുള്ള ഇരകളോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇരകളാകാൻ പോകുന്നതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടവരോ എല്ലാമാണ്. അവർക്ക് മുന്നിലാണ് യുവതിയുടെ ഏറ്റവും സുപ്രധാനമായ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജനം ടിവി പുറത്തുവിടുന്നത്. അതിനെ തുടർന്ന് മറ്റൊരു യുവതി സമാനമായ പരാതിയുമായി അവയവ കച്ചവട മാഫിയക്കെതിരെ രംഗത്ത് വരുന്നു. തുടർ ദിനങ്ങളിൽ ആവർത്തിച്ച് തന്നെ ഈ അവയവ കച്ചവടത്തിന്റെ കൃത്യമായ ഒരു വേരുകൾ അത് പിഴുതെറിയാനുള്ള നീക്കങ്ങൾ ജനം ടിവി തുടരുകയും ചെയ്തു. ഇത് മുന്നിൽ കണ്ടു തന്നെയാണ് കൂടുതൽ ആളുകൾ നമ്മളോട് കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാകുന്നത്. അങ്ങനെയാണ് ഏറ്റുമാനൂർ സ്വദേശി, കോട്ടയം സ്വദേശിയായ യുവാവ് ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹവും വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആ യുവാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വൃക്ക വിൽപ്പനയിൽ നിന്ന് കഷ്ടിച്ച് അല്ലെങ്കിൽ അവരുടെ റാക്കറ്റിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ആളാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളവും 8 ലക്ഷം രൂപയാണ് വാഗ്ദാനം ചെയ്തത്. നേരത്തെ ആ യുവതിക്ക് നൽകാമെന്ന് പറഞ്ഞത് 8.5 ലക്ഷം രൂപയും നൽകിയത് 3.5 ലക്ഷം രൂപയുമായി കബളിപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇവിടെ യുവാവിനോട് പറഞ്ഞത് 8 ലക്ഷം രൂപയാണ് കിഡ്നി നൽകാമെന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ അതിന്റെ അടിസ്ഥാനത്തിൽ, കാരണം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, യുവാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, സാമ്പത്തിക ബാധ്യതകൾ ഉള്ള ആളുകളെയാണ് അല്ലെങ്കിൽ അത്തരത്തിൽ കഷ്ടപ്പെടുന്ന ആളുകളെയാണ് ഇവരെല്ലാവരും തന്നെ ഇരകളാക്കിയിരുന്നത്. അങ്ങനെയാണ് യുവാവിന്റെ അടുത്തേക്ക് ഏജന്റ് ഷാജി എത്തുന്നത്. ഈ ഷാജി ആണെങ്കിൽ ഇതിന്റെ എല്ലാം പ്രധാനപ്പെട്ട കണ്ണിയാണ്. അത് ഏതെങ്കിലും 1-2 കേസുകളിൽ മാത്രം ഉൾപ്പെട്ട ഒരു സാധാരണ ഏജന്റ് എന്നതിനപ്പുറം ഈ മാഫിയയെ മുഴുവൻ നിയന്ത്രിക്കുന്ന, അവയവ കച്ചവട മാഫിയയെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണി, അതിന്റെ ആസൂത്രകൻ, അതിന്റെ പ്രധാനപ്പെട്ട മാഫിയ തലവൻ തന്നെയാണ് ഷാജി എന്ന് വ്യക്തമാക്കുന്നതാണ് അനുദിനം പുറത്തു വരുന്ന ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ. ഇവിടെ ഷാജിയാണ് ഈ യുവാവിനെ സമീപിക്കുന്നത്. അദ്ദേഹത്തോട് പറയുന്നു വൃക്ക നൽകാൻ തയ്യാറായി കഴിഞ്ഞാൽ 8 ലക്ഷം രൂപ നൽകാമെന്ന്. സ്വാഭാവികമായും മറ്റ് കാര്യങ്ങളൊന്നും ആലോചിക്കാൻ യുവാവിനെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നില്ല. അദ്ദേഹം അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ നിരവധി പരിശോധനകൾ വിവിധ ആശുപത്രികളിലായി നടക്കുന്നു. എല്ലാം തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിലാണ്. അവിടെയും ഞെട്ടിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്, അദ്ദേഹം അവിടെ കാത്തിരിക്കുന്ന സമയത്ത് ഡോണർ എന്ന് വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടെ അനൗൺസ് ചെയ്യുന്ന നേഴ്സ് വിളിച്ച് ഡോക്ടറെ കാണാൻ വേണ്ടി പറയുന്ന എത്രയോ പേര് അവിടെ ഒരു ദിവസം തന്നെ തനിക്ക് കാണാൻ കഴിഞ്ഞു എന്നാണ്. എത്രമാത്രം വലിയ വ്യാപ്തിയാണ് ഈ അവയവ കച്ചവട മാഫിയയുടെ പ്രവർത്തനങ്ങൾക്കെന്നും എത്രയധികം ആളുകളാണ് ഇത്തരത്തിൽ ദാതാക്കളായി മാറുകയും അല്ലെങ്കിൽ അതിന്റെ പണം കൈപ്പറ്റിക്കൊണ്ട് ഈ അവയവ കച്ചവട മാഫിയ തഴച്ചു വളരുകയും എല്ലാം ചെയ്യുന്നതിന്റെ കൃത്യമായ വിവരങ്ങളായിരുന്നു അത്. അങ്ങനെ അദ്ദേഹം അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ നിരവധി
ഡോണർമാർ അവിടെ എത്തി. ഈ ഷാജി അടക്കം പറഞ്ഞിരുന്ന കാര്യമെന്ന് പറയുന്നത് ഡോക്ടറെ കാണാൻ ഇരിക്കുമ്പോൾ അടുത്തുള്ള ആളോട് പോലും എന്തിനാണ് വന്നതെന്ന കാര്യം പറയരുത്, അത്തരം കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താൻ പാടില്ല. കാരണം അവിടെ മുഴുവൻ ഏജന്റുമാരുടെ വലിയൊരു സംഘങ്ങളാണ് ഈ ആശുപത്രികളുടെ പരിസരങ്ങളിലെല്ലാം തന്നെ. അങ്ങനെ പരിശോധനയ്ക്ക് എത്തുമ്പോൾ മറ്റാരോടെങ്കിലും അത് സംസാരിച്ചാൽ തൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായിരുന്ന ഒരു ഇര അത് മറ്റൊരാൾക്ക് ലഭിക്കും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ 1-2 ലക്ഷം രൂപ കൂടുതലായി പറഞ്ഞുകൊണ്ട് അയാളെ അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന സംശയം കാരണം ഈ ഏജന്റ് ഷാജി പറഞ്ഞിരുന്ന കാര്യമെന്ന് പറയുന്നത് മറ്റാരോടും സംസാരിക്കരുതെന്നാണ്. അങ്ങനെ 8 ലക്ഷം രൂപ പറഞ്ഞുറപ്പിച്ച ശേഷം നിരവധി ടെസ്റ്റുകൾക്ക് യുവാവ് വിധേയനായി. അവിടെയും വലിയ ഒരു കബളിപ്പിക്കൽ തട്ടിപ്പ് നടക്കുന്നു എന്നതിന്റെ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ യുവാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കരൾ രോഗത്തിന് ചികിത്സയിലായിരുന്നു. വലിയ തോതിൽ തന്നെ കരൾ രോഗം ബാധിച്ചതിനെ തുടർന്ന് തുടർച്ചയായി മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് യുവാവ് എന്ന് അദ്ദേഹം തന്നെ കൃത്യമായി പറയുന്നുണ്ട്. 1 വർഷം മുമ്പ് വരെ അദ്ദേഹത്തിന് ശാരീരിക പ്രശ്നങ്ങൾ വലിയ തോതിലുണ്ടായിരുന്നു. എന്നാൽ ഈ ഡോക്ടർമാർ ഇന്നത്തെ വെളിപ്പെടുത്തലിൽ കൂടി നമുക്ക് അഡ്വക്കേറ്റ് ഫിർദൌസിന്റെ പ്രതികരണം ആരായേണ്ടതുണ്ട്. അദ്ദേഹം നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുകയാണ്. അഡ്വക്കേറ്റ് ഫിർദൌസ്, ഇന്ന് നമ്മൾ പുറത്തുവിടുന്നത് മറ്റൊരു അനുഭവമാണ്. ഏറ്റുമാനൂർ സ്വദേശിയായ ഒരു യുവാവിന്റെ വെളിപ്പെടുത്തലാണ്. ഇതേ ഏജന്റ് ഷാജിക്കെതിരെയാണ് ഇയാൾക്കും പറയാനുള്ളത്. കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, അത് വെളിപ്പെടുത്തി. ഞാനിപ്പോ സ്ഥലത്തില്ല, ഞാൻ വാർത്ത കണ്ടിട്ടില്ല. ആ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ, എന്താണ് വെളിപ്പെടുത്തൽ എന്നുള്ളത്? തീർച്ചയായും ഈ ഏജന്റ് ഷാജി തന്നെയാണ് ഈ യുവാവിനെയും സമീപിച്ചിരിക്കുന്നത്. അതിൽ ഈ 8 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിരുന്നു. വൃക്ക മാറ്റത്തിനാണ്, വൃക്കയാണ് നൽകാനായി ഇയാളിൽ നിന്ന് 8 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു. പക്ഷേ ഈ ഏജന്റ് ഷാജി 50 ലക്ഷം രൂപ ഇതിന്റെ മറവിൽ പറ്റുന്നതായി ഇയാൾക്ക് വിവരം ലഭിച്ചതിന് ശേഷം പിന്മാറ്റം നടത്തുകയുണ്ട് യുവാവ്. അങ്ങനെയാണ് നമ്മളോട് വെളിപ്പെടുത്തിയത്. എന്തായാലും ഇതേ ആൾ, അതായത് ഷാജിക്കെതിരെ തന്നെയാണ് ഈ യുവാവിനും പറയാനുള്ളത്. യുവാവിന് സമാനമായ ഒരു കാര്യം മറ്റുള്ളവരിൽ നിന്നുകൂടി അറിയാൻ കഴിഞ്ഞു എന്നും കൂടി പറയുന്നുണ്ട്. ഇത് വളരെ ഇന്നത്തെ കാലത്ത് ഇത് വളരെ നോർമലായി നടക്കുന്ന ഒരു സംഗതിയാണല്ലോ. ഇപ്പൊ അവയവം അവര് ഓഫർ ചെയ്യലാണെങ്കിലും അതേമാതിരി പണം ട്രാൻസാക്ഷൻ നടത്തുന്നതാണെങ്കിലും ഇന്നത്തെ കാലത്ത് സ്വാഭാവികമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ ഞാൻ കഴിഞ്ഞ നിങ്ങളുടെ ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഇവിടെ ഒരു നിയമമുണ്ട് കൃത്യമായിട്ട്. ദ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് 94 നിയമം വളരെ സ്ട്രോങ് ആണ്. ആ നിയമപ്രകാരം ഇത്തരത്തില് അവയവങ്ങൾ കൊടുക്കാം. ഈ ഷാജി ഏത് ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കുന്നത് എങ്കിൽ ആ ഹോസ്പിറ്റലിനെതിരെ നടപടിയെടുക്കാവുന്ന നിയമമാണ് അത്. ആ ഹോസ്പിറ്റലിന് 20 lakhs മിനിമം 20 lakhs ഫൈൻ കൊടുക്കാവുന്നതും 10 വർഷം ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് 10 വർഷം ശിക്ഷിക്കാവുന്നതുമായിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 1920 ഈ പറയുന്ന ഹ്യൂമൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആക്ടിൽ പറയുന്നത്. അപ്പൊ അതിവിടെ നടപ്പിലാക്കുന്നില്ല. മാത്രമല്ല, ഓൾറെഡി ഇത് ലീഗലി ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓർഡർ 2018 പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഓർഡറും നടപ്പിലാക്കുന്നില്ല. അതാണ് ഇതിലെ പ്രധാന പ്രശ്നം. തീർച്ചയായും ഫിർദൌസ്, താങ്കൾ ഇതിനു മുമ്പ് നമ്മുടെ ചർച്ചയിൽ ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. ഞങ്ങളുടെ ചോദ്യം, ഏജന്റ് ഷാജിക്കെതിരെ ഇങ്ങനെ നിരന്തരമായി വെളിപ്പെടുത്തൽ വരുന്നു. അത് ദൃശ്യമാധ്യമങ്ങളിലൂടെ പലരുടെയും മൊഴികളായി അല്ലെങ്കിൽ വെളിപ്പെടുത്തലായി നമ്മൾ തെളിവുകൾ സഹിതം പുറത്തുവിടുകയാണ്. പക്ഷേ ഇതിലൊന്നും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നതുകൂടിയാണ്. എടുക്കേണ്ടത് 2 വ്യക്തികളിൽ നിന്നാണ്. ഒന്ന് DME ശക്തമായി പ്രതികരിച്ചേ പറ്റൂ. കാരണം അവര് ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്ന ആളാണ്. അവർ IAS ഓഫീസറാണ്. ഈ DME ഇതിൽ പ്രതികരിക്കണം. എന്തുകൊണ്ട് ഈ ചട്ടം ഇവിടെ നടപ്പിലാക്കിയില്ല എന്നുള്ള അതിനുള്ള മറുപടി DME പറയണം. പിന്നെ നടപ്പിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആള് എന്ന് പറയുന്നത് ഈ കേസ് ഓട്ടോയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്, നോബൽ ഗ്രീഷ്യസ്. ഇവർ 2 പേര് എന്തുകൊണ്ട് സൈലന്റ് ആയിരിക്കുന്നു? നിങ്ങൾ അവരെ കണക്ട് ചെയ്യൂ, അവരോട് ചോദിക്കൂ, എന്തുകൊണ്ടാണ് 2018 ഈ ഗവൺമെന്റ് ഓർഡർ ഇതുവരെ നടപ്പിലാക്കാത്തത്? അവരെ ഉത്തരം പറയട്ടെ. അവർ ഈ സർക്കാർ ഈ പറയുന്ന ഏജൻസികളെ, ഈ ഏജന്റുമാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അങ്ങനെയെങ്കിൽ അവരത് പറയട്ടെ. നിങ്ങൾ അവരെ അഭിപ്രായം എടുക്കൂ. എന്തുകൊണ്ടാണ് അവർ സൈലന്റ് ആയിരിക്കും? ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു അഭിപ്രായം കേട്ടിട്ടില്ലല്ലോ. എന്താണ് അവരൊന്നും മിണ്ടാത്തത്? അത് നിങ്ങളൊരു അഭിപ്രായം എടുക്കും, അവരുടെ DMEയുടെ അഭിപ്രായം എടുക്കും. തീർച്ചയായും ഞങ്ങൾ ബന്ധപ്പെടുന്ന അധികൃതരൊന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല എന്നതുകൂടിയാണ്. ഇത് നമ്മൾ കട്ടിട്ടുള്ള കള്ളനാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പ്രതികരിക്കാൻ മടിക്കുമല്ലോ. നമ്മുടെ കൈ പരിശുദ്ധമാണെങ്കിൽ നമ്മൾ പ്രതികരിക്കും. നമുക്ക് പ്രതികരിക്കാൻ പേടി എവിടെ ഉണ്ടാവണം? നമ്മുടെ കൈ പരിശുദ്ധമല്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ ഇറാനിലേക്ക് കടത്തിയതുമായി ബന്ധപ്പെട്ടതിൽ അവർക്ക് പ്രതികരിക്കാമല്ലോ. അവര് ഇവിടുത്തെ പ്രശ്നമല്ല, അത് പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ളത് പറഞ്ഞിട്ട് അവർക്ക് പ്രതികരിക്കാം. അതിലും അവർ പ്രതികരിക്കാത്ത എന്താ? അവരെ കൈ പരിശുദ്ധമല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ. ഞാൻ പറയുന്നത് DME ഡയറക്റ്റ് കട്ടുണ്ടാവും എന്നല്ല പറയുന്നത്. പക്ഷെ DME പോലും
മൗനാനുവാദത്തോട് കൂടിയിട്ടാണ് അവർ കൊടുക്കുന്ന മൗനാനുവാദത്തോട് കൂടിയിട്ടാണ് ഈ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അവരിതിനെ തടയാൻ വേണ്ടുന്ന ഒരു മെഷർമെന്റ് എടുക്കുന്നില്ല. ഈ പറയുന്ന കേസോട്ടോ സംവിധാനം അവിടുന്ന് തൊട്ടിട്ടാണ് ഈ തട്ടിപ്പിലേക്കുള്ള ലിങ്ക് കണക്ട് ചെയ്യുന്നത്. കേസോട്ടോനെ നിയന്ത്രിക്കേണ്ട ചെയർപേഴ്സൺ എന്ന് പറയുന്നത് DME ആണ്. അവരും അത് കൺട്രോൾ ചെയ്യുന്നില്ല. വളരെയധികം നന്ദി ശ്രീ ഫിർദൗസ് വീണ്ടും പ്രതികരിച്ചതിന്. അഭിഭാഷകൻ കൂടിയായ ഫിർദൗസാണ് നമ്മളോടൊപ്പം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രതികരണം നൽകിയത്. എന്തായാലും ജിജീഷിലേക്ക് വീണ്ടും എത്തുമ്പോൾ, ജിജീഷ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ഈ വാർത്ത കൊടുക്കുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം ശക്തമായി തന്നെ പ്രതികരിക്കുന്നുണ്ട്. കാരണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഏറെ നാളുകളായി നിയമ പോരാട്ട വഴിയിൽ തന്നെയാണ് അഡ്വക്കേറ്റ് ഉള്ളതും. എന്തായാലും ഈ DMEയുടെ മൗനം ഇതാണ് വലിയൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നത്. കാരണം ഇതേ ആളിനും ഒരേ ആശുപത്രിക്കുമെതിരെ തുടർച്ചയായി വെളിപ്പെടുത്തലുകൾ വന്നിട്ട് പോലും ഇതുവരെ അതിനൊരു വ്യക്തത വരുത്താൻ തയ്യാറാകുന്നില്ല എന്നതുകൂടി. അനു, തീർച്ചയായും ഇവിടെ ആരോഗ്യ വിഭാഗത്തിന്റെ സമഗ്രമായൊരു അന്വേഷണത്തിലൂടെ മാത്രമാണ് ഇത്തരത്തിൽ അവയവ കച്ചവട മാഫിയയുടെ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. അതിന് കൂട്ടുനിൽക്കുന്ന ആശുപത്രികളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. എന്നാൽ അത്തരത്തിലുള്ള സമഗ്രമായ ഒരു അന്വേഷണത്തിനും ആരോഗ്യ വകുപ്പ് തയ്യാറാകുന്നില്ല. സർക്കാർ തലത്തിലുള്ള സംവിധാനങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, ഇതൊന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. ഏതാനും വർഷം മുമ്പ് ഒറ്റപ്പെട്ട അവയവ കച്ചവടത്തിന്റെ വിവരങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത് എങ്കിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ അവയവ കച്ചവടത്തിന്റെ ഇരകളായി മാറിയതിന്റെയും ഒപ്പം തന്നെ അതിന് കൂട്ടുന്ന നിരവധി ആശുപത്രികളുടെയും എല്ലാം തന്നെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അവരെങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് സ്വാഭാവികമായും അതിനൊരു മെഡിക്കൽ സംഘം അടക്കം പരിശോധന നടത്തുമ്പോൾ മാത്രമാണ് വ്യക്തമാവുക. കാരണം ആശുപത്രി അധികൃതർ പലപ്പോഴും ഇതിന് ഒരു വിശദീകരണമായി മറുപടിയായി എല്ലാം പറയുന്ന കാര്യമെന്ന് പറയുന്നത് എല്ലാം ചട്ടപ്പടിയാണ് നടക്കുന്നത്, നിയമപ്രകാരമാണ് കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ മെഡിക്കൽ സംഘമുണ്ട്, മെഡിക്കൽ സംഘം പരിശോധിച്ച് അനുമതി നൽകുന്ന രോഗികളെ മാത്രമാണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കുന്നത്, അനുമതി നൽകുന്ന ദാതാവിനെ മാത്രമാണ് സ്വീകരിക്കുന്നത് എന്ന കാര്യം അവർ പറയുമ്പോൾ എങ്ങനെ ഈ സർക്കാർ സംവിധാനങ്ങളിലൂടെ അല്ലാതെ അല്ലെങ്കിൽ സർക്കാരിന്റെ പദ്ധതികളുടെ ഭാഗമായി പേരുകൾ രജിസ്റ്റർ ചെയ്യാതെയുള്ള ആളുകൾക്ക് ഈ ഏജന്റ് കൊണ്ടുവരുമ്പോൾ എന്തിന് അവർ ഇത്തരത്തിലുള്ള അവയവ കൈമാറ്റത്തിന് തയ്യാറാകുന്നു അല്ലെങ്കിൽ സർജറികൾക്ക് തയ്യാറാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. സ്വാഭാവികമായും അവിടെ ലാഭക്കൊതി തന്നെയാണ്. ഈ സർജറിയിലൂടെ ലഭിക്കുന്ന വലിയ ലാഭക്കൊതി ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അതിൽ ചിലരെങ്കിലും ഇത്തരം അവയവ കച്ചവട മാഫിയകളുടെ കണ്ണികളായി മാറുന്നുണ്ട്. പലപ്പോഴും ഒരു രോഗി അവിടെ എത്തുമ്പോൾ പലവിധ അസുഖങ്ങൾ ബാധിച്ചല്ലെങ്കിൽ രോഗാവസ്ഥ മൂർജിച്ച് കരൾ മാറ്റമോ ഒപ്പം വൃക്ക മാറ്റമോ എല്ലാം മാത്രമാണ് പോംവഴി എന്നും ജീവൻ അപകടത്തിലാണ് എന്നും എല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഘട്ടത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളമോ അവരുടെ അടുത്ത ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളമോ ഈ ഒരേ ഒരു പോംവഴി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഏജന്റിനെ കണ്ടെത്തുക എന്നതാണ്. അവിടെയാണ് ചില ഡോക്ടർമാർ തന്നെയാണ് ഈ ഏജന്റുമാരുടെ പേരുകൾ പറഞ്ഞു കൊടുക്കുന്നത്. ഷാജി അടക്കമുള്ള ആളുകൾക്ക് ഈ ദാതാക്കളെ നൽകുന്നത് അല്ലെങ്കിൽ അവർക്ക് വരുമാന മാർഗവും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്താനുമുള്ള ഇരകളെ പോലും നൽകുന്നത് ഡോക്ടർമാരാണ്. ഈ ഷാജിയെ കണ്ടാൽ മതി അല്ലെങ്കിൽ ഷാജിയോട് അടുത്ത കൂട്ടാളികളെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് അവരാണ് ഇത്തരം സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത്. മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വ്യക്തി പറഞ്ഞത് പ്രകാരം ഇത്രയധികം രോഗങ്ങളുള്ള ആൾക്ക് എല്ലാം പോസിറ്റീവ് അല്ലെങ്കിൽ എല്ലാം ഓക്കെ എന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നു. യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ ആരോഗ്യപരമായി ഈ യുവാവ് ഫിറ്റ് ആണ് എന്ന സർട്ടിഫിക്കറ്റ് ആണ് ഈ ഡോക്ടർമാർ പരിശോധനയ്ക്ക് ശേഷം നൽകിയിരിക്കുന്നത്. അവിടെയാണ് താൻ ഞെട്ടിപ്പോയി എന്ന കാര്യം യുവാവ് പറയുന്നത്. കാരണം ഇത്രയധികം രോഗങ്ങളുള്ള കരൾ രോഗമടക്കം അതിനടക്കം മരുന്ന് കഴിക്കുന്ന ഒരാളെ കുറിച്ചാണ് പറയുന്നത്. മറ്റു രോഗങ്ങളൊന്നുമില്ല, എല്ലാ കൊണ്ടും ഓക്കെ ആയ ആളാണ്. അതുകൊണ്ട് തന്നെ സർജറിക്ക് യാതൊരു തടസ്സവുമില്ല, ദാതാവായി സ്വീകരിക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല എന്ന്. അവിടെയാണ് ആശുപത്രി അധികൃതരുടെയും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരുടെയും എല്ലാം തന്നെ പങ്കാളിത്തം സൂചിപ്പിക്കുന്ന കൃത്യമായ വിവരങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അത്തരം കാര്യങ്ങളെ കുറിച്ച് സമഗ്രമായ അന്വേഷണത്തിലൂടെ പുറത്തു വരണം എന്ന കാര്യം പറയുന്നത്. പലപ്പോഴും ഇതിന്റെ ഒരു വ്യാപ്തി അത് പറഞ്ഞു കേട്ട കാര്യങ്ങളിൽ ഒരിക്കലും അത്ര പോലും ഉണ്ടാകുമോ അല്ലെങ്കിൽ ഡോക്ടർമാർ അത്തരത്തിൽ പ്രവർത്തിക്കുമോ, ആശുപത്രികൾ ഇത്തരത്തിൽ ഒരു കച്ചവടത്തിന് കൂട്ടുനിൽക്കുമോ എന്നതെല്ലാം സാധാരണ ഏതൊരാളെയും സംബന്ധിച്ചിടത്തോളം ഒരു സംശയമുണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ ആ സംശയത്തിന് അടിസ്ഥാനമില്ല എന്നും ഇത്തരത്തിലുള്ള കച്ചവടങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നും അത് ആശുപത്രി പരിസരങ്ങൾ തന്നെയാണ് ഇതിനുള്ള ഒരു വേദിയാക്കി മാറ്റുന്നത്. അല്ലെങ്കിൽ പരസ്പരം ആശയവിനിമയം നടത്തിക്കൊണ്ട് ഈ ദാതാവും ഒപ്പം തന്നെ ഏജന്റും എല്ലാം സംസാരിക്കുന്ന കൂടിക്കാഴ്ചകൾ നടത്തുന്ന പണമിടപാടുകൾ സംബന്ധിച്ച് പരസ്പരം പറഞ്ഞുറപ്പിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ മുൻവശങ്ങൾ തന്നെയാണ് എന്നത്
എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം യുവാവ് അവിടെ ചെല്ലുന്ന ഘട്ടത്തിൽ തീർച്ചയായും റിസോർട്ട് ചെയർപേഴ്സൺ കൂടിയായ DMEയുടെ മറുപടിയാണ് ഇതിൽ അടിയന്തരമായി വേണ്ടത്. കാരണം ഒരേ വ്യക്തിക്കും ഒരേ ആശുപത്രിക്കും എതിരായാണ് ഈ തുടർച്ചയായ ദിവസങ്ങളിലായി ഇത്തരം വെളിപ്പെടുത്തലും ആരോപണവും ഒക്കെ ഉയർന്നു വരുന്നത്.